ബിരിയാണിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ കുറച്ച് ചോറ് ഇതുപോലെ ഇട്ട് ഒന്ന് പെരക്കി കഴിക്കണം അല്ലേ, ഇല്ലെങ്കിൽ ഒരു സമാധാനമേ ഉണ്ടാവില്ല. ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും. ഇന്നിപ്പോൾ നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെമ്മീൻ ചോറുണ്ടാക്കാം. ചെമ്മീൻ ബിരിയാണി എന്നും ചെമ്മീൻ ചോറെന്നെല്ലാം പറയാം. പൊതുവേ ഞാൻ ചെമ്മീൻ നല്ല മുളകെല്ലാം തേച്ച് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ മുളക് ആർക്കും വേണ്ടാന്ന് പറഞ്ഞു, റെഡ് കളർ ബിരിയാണി വേണ്ട. അപ്പോൾ പിന്നെ ചെറുതായിട്ട് കുരുമുളകും ഉപ്പും ഇട്ട് നന്നായി പെരക്കി ഫ്രൈ ചെയ്തെടുത്തിട്ട് അതേ പാത്രത്തിൽ തന്നെ പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റെല്ലാം ഇട്ട് കറിവേപ്പിലെല്ലാം ഇട്ട് നന്നായി ഉള്ളിയെല്ലാം നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടെല്ലാം വാടിയതിന് ശേഷം ആ തക്കാളിയെല്ലാം മുറിച്ചിട്ട് പിന്നെ ഒരു മസാലപ്പൊടികളും വേണ്ട, ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. പച്ചമുളക് ഞാൻ ഇങ്ങനെ കീറിയിട്ടത് ബിരിയാണിയിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മക്കൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളതാണ്. 20 മിനിറ്റ് തൊട്ട് സാവധാനത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 അരമണിക്കൂർ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു ലൈറ്റ്, ഞാൻ പൊതുവേ ബിരിയാണിക്ക് പറയില്ല, എനിക്ക് ഈ കുത്തുന്ന സ്മെല്ല് ഇഷ്ടമല്ല. ലൈറ്റ് സ്മെല്ല്, ലൈറ്റ് കളറും, സൂപ്പർ ടേസ്റ്റ്. എന്തായാലും ചെമ്മീൻ ബിരിയാണി അടിപൊളി. മസാല എല്ലാം ആയതിന് പിന്നെ മേലെ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടാ. കുക്കറിലാണ് നെയ്ച്ചോറ് വെച്ചത്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഒരുപാട് തവണ കാണിച്ചതാണ്. അങ്ങനെ നെയ്ച്ചോറ് വെച്ചതിന് ശേഷം രണ്ടും കൂടി 2 ലെയറാക്കിയിട്ട് ദമ്മിട്ട് ഒന്ന് ഇങ്ങനെ കൂട്ടിക്കുഴച്ചെടുക്കാണ്ട് ദമ്മാക്കി എടുത്ത് വിളമ്പുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്, കാണാനും ഭംഗി. ഈ ഒരു ഇതെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ രുചി മനസ്സിലാവും, കഴിക്കാൻ തോന്നും. ഭയങ്കര ടേസ്റ്റാട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒരു നല്ല കമൻറ്റ് ചെയ്യണം. എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, അത്രയ്ക്ക് ഈസി, അത്രയും ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ, ഇൻഷാ അല്ലാഹ്.